നമ്മളെ രാത്രിയിലൊന്ന് വയ്യാതെ വരികയാണ്, ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. അവിടെ ഒരു ഡോക്ടർ ഇരിപ്പുണ്ട്. അയാളുടെ പേരെന്താ? ഡ്യൂട്ടി ഡോക്ടർ. ശരിയാണോ? ഇയാളുടെ പ്രത്യേകത എന്താ? ഇയാൾ MBBS കാരനാണ്. എന്തേലും വിലയുണ്ടോ? ഇയാളെ വിളിക്കുന്ന പേരാണ് ജനറൽ കാറ്റഗറി. അപ്പം ഇയാൾ അത്യാവശ്യം രാത്രി ചത്തുപോകാതിരിക്കാനുള്ള ഒരു ഗുളിക തന്നു. എന്നിട്ട് പറയും, നാളെ രാവിലെ എന്തായാലും വന്നൊന്ന് മറ്റേ ഡോക്ടറെ കണ്ടുതരാം. ആരെയാ? MBBS പ്ലസ് MD ഉള്ള സ്പെഷ്യലിസ്റ്റിനെ. ആണോ? ഇയാൾ പറയും, ഇയാളുടെ മരുന്നിൻ്റെ അകത്ത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർഡായ ഒരു ഡോക്ടറുണ്ട്. ഹീസ് എക്സ്പീരിയൻസ്ഡ്. എന്തൊക്കെയുണ്ട്? MBBS ഉണ്ട്, MD ഉണ്ട്, എക്സ്പീരിയൻസും ഉണ്ട്. ഇയാളെ വിളിക്കുന്ന പേരാണ് എക്സ്പേർട്ട്. ഡോക്ടറെ ഒന്ന് കണ്ടുതരാം കേട്ടോ. ഇനി ചില ഡോക്ടേഴ്സ് ഉണ്ട്, ദേ ആർ സെലിബ്രിറ്റീസ്. എന്താണ്? ആ റേഞ്ചിലുള്ള ആ 4% കാറ്റഗറിയെ മാത്രമേ ഇവർ ട്രീറ്റ് ചെയ്യത്തുള്ളൂ, സെലിബ്രിറ്റി ഡോക്ടേഴ്സ്. എൻ്റെ ചോദ്യം, ഇവരെല്ലാവരും MBBS കാരാണ്. ഇയാളുടെ ഡിമാൻഡാണോ ഇയാൾക്ക്? ഇയാളുടെ ഡിമാൻഡാണോ ഇയാൾക്ക്? സോ നമ്മളുടെ എക്സ്പെർട്ടൈസ് കൂടുന്തോറും നമുക്ക് ഡിമാൻഡ് കൂടും. ഹലോ, ഈ നാട്ടിൽ ഇഷ്ടം പോലെ ട്രെയിനിങ്ങുകൾ നടക്കുന്നുണ്ട്. വൈ യു സെലക്റ്റഡ് മീ? യു ആർ സീയിങ് മീ either here or here. I have positioned me here. ഞാൻ സെലിബ്രിറ്റി അല്ല, എന്നെ വിളിക്കുന്ന പേരാണ് മൈക്രോ സെലിബ്രിറ്റി. എൻ്റെ ഡിഷ് മാർക്കറ്റിലുള്ള ആളുകൾ എന്നെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം മൈക്രോ സെലിബ്രിറ്റി. നിങ്ങളുടെ മാർക്കറ്റിലുള്ള ആളുകൾ നിങ്ങളെ പേഴ്സണലി തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നിങ്ങളാരാ? മൈക്രോ സെലിബ്രിറ്റി. നമുക്ക് സെലിബ്രിറ്റി ആവണ്ട, നമുക്ക് മൈക്രോ സെലിബ്രിറ്റി ആയാൽ മതി. അതാകുമ്പോൾ ഡിമാൻഡ് അങ്ങറ്റമായി. എക്സ്പേർട്ട് ആണെങ്കിൽ അതിൻ്റെ താഴെ, സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ, ജനറൽ ആണെങ്കിൽ ഏറ്റവും താഴെ. നിങ്ങളിതിലാര് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളുടെ ബിസിനസ്സിനെ കസ്റ്റമർ ജനറലായിട്ടാണോ, സ്പെഷ്യലിസ്റ്റുകളായിട്ടാണോ, എക്സ്പേർട്ടായിട്ടാണോ, സെലിബ്രിറ്റി ബിസിനസ് ആയിട്ടാണോ കാണുന്നേ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ പേരാണ് വെൽത്ത് ലാഡർ. വെൽത്ത് ലാഡർ. ഈ ഏണി ഇങ്ങനെ കയറിപ്പോകും തോറും നിങ്ങളുടെ സമ്പത്ത് കൂടിക്കൊണ്ടേയിരിക്കും. വെൽത്ത് ലാഡർ. അപ്പോൾ ബിസിനസ് ഓണറുടെ, ക്യാപ്റ്റൻ്റെ സ്കില്ല് കൂടുന്തോറും നമ്മുടെ ബിസിനസ്സിനെ ഈ വെൽത്ത് ലാഡറിൽ ഓരോ സ്റ്റെപ്പ് കയറ്റി കൊണ്ടുപോകാൻ പറ്റും.